ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മക്കൾസിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ബർഗർ വീട്ടിൽ തന്നെ നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് ഈസി ആയിട്ട് ബർഗർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്തതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ബ്രെഡിൻ്റെ പീസസ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് നമ്മളെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ആ സെയിം ജാറിലേക്ക് കുറച്ച് ചിക്കൻ്റെ പീസസ്, അത് എല്ലില്ലാത്തത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ സെയിം ജാറിൽ തന്നെ ഒരു സവോള, ഇത് അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ സവോള എടുത്ത് തൊലി കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തിടുക. അതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളക് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാനിതിലേക്ക് ചേർത്തത് 5-6 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഈ മിക്സ് നമുക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതാ ഇവിടെ നല്ലപോലെ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് നല്ല നൈസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഇത്തിരി സൈസ് കൂടിയിട്ടുണ്ട്. ഇതിനേക്കാളും നല്ല നൈസായിട്ട് പൊടിയായിട്ട് പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് നമ്മൾ കൈവച്ച് ഷേപ്പാക്കുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ബ്രെഡ് ക്രംസ്, അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ട് ഷേപ്പാവുന്ന ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ബർഗറിൻ്റെ ഷേപ്പിൽ നമ്മൾ കൈ വെള്ളയിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ ഇത് മുഴുവൻ നമുക്കങ്ങനെ ഷേപ്പാക്കി എടുക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് വീണ്ടും ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്കൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി അതും ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഇതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ആദ്യം മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ മുട്ടയുടെ ആ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത്ര ഉള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇത് എന്നിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതൊന്ന് എല്ലാതും തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് മയോനൈസ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഇത് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടി വെച്ചിട്ടൊന്ന്
സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബണ്ണ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ പാൻ ചൂടായപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മൾ സോസും അതുപോലെ തന്നെ പാറ്റിയും വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഓരോ ലെയറായിട്ടാണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസും സോസും അതുപോലെ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഈസി ആയിട്ട് നമ്മളിവിടെ ബർഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്